തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ബെർണാഡ് സോളമൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് റിയാക്ഷൻ ചെയ്തൊരു വീഡിയോ ആണ്. ലേറ്റസ്റ്റ് എന്ന് പറയാൻ കാരണം എനിക്കെതിരെ റിയാക്ഷൻ ചെയ്ത ഒരു 10-20 വീഡിയോ ഉണ്ട്. അത് ഇനിയും റിയാക്ഷൻ എനിക്ക് കൊടുക്കാറുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ വീഡിയോയും, ഓരോന്നായിട്ട് ചെയ്യണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെയൊക്കെ ചെയ്തത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഒരെണ്ണം, അതും ഞാൻ പറഞ്ഞല്ലോ, കാരണം യവന്മാർക്ക് റീച്ച് ഉണ്ടാക്കുക എന്നതാണല്ലോ മുഖ്യം. അപ്പോൾ എന്നെ എടുത്തിട്ട് ഇങ്ങനെ റിയാക്ഷൻ ചെയ്താൽ റീച്ച് കിട്ടും. അതിനാണ് ഞാൻ എന്ത് പറയുന്നു എന്ന് നോക്കിയിരിക്കുകയാണ്. ഏറ്റവും വലിയ കോമഡി, എൻ്റെ ചാനൽ ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ പോലും അതുപോലും നോക്കി എൻ്റെ ചാനലില്ലാന്ന് പറഞ്ഞ് അതുപോലും കണ്ടന്റാക്കിയ അവനാണ്. പിന്നെ മറ്റേ അരിയണ്ണൻ എന്ന് പറയുമല്ലോ, ഇതൊരു സായി എന്ന് പറയുമല്ലോ, മറ്റേ സീക്രട്ട് ഏജൻറ്റ്, മറ്റേ വീഡിയോ ഇടുന്ന അരി വാങ്ങാനെന്ന്. അതുപോലെ എൻ്റെ വീഡിയോ എന്നെ വെച്ച് റിയാക്ഷൻ ചെയ്ത് വീഡിയോ ഇടുന്നത് എന്തൊരു വീട്ടിൽ പത്രവും പാലും വരുത്താതല്ലേ. അതുകൊണ്ട് അത് നടന്നോട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഈ വീഡിയോയിൽ യവൻ പറഞ്ഞത് അതൊരു ലെജൻഡിനെയാണ് പറഞ്ഞത്. അതായത് യവൻ ഇന്ന് ഞാൻ പറയുന്നില്ല, യവൻ പറഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ ബാക്കി പറയാം. ഇതൊരു കോമഡി ആക്കണം. പിന്നെ ഫാദർ ഓഫ് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞ് ഒരുത്തൻ കിടന്ന് കരയുന്നുണ്ട്. ഏതൊരു യൂജിൻ സാൻഡോ, ഇതാണ് ആള്. യൂജിൻ സാൻഡയുടെ ബോഡി കാണിച്ചിട്ട് അദ്ദേഹത്തെ പുച്ഛിച്ചിട്ട് ഫാദർ ഓഫ് ബോഡി ബിൽഡർ എന്നും പറഞ്ഞ് ഏതോ ഒരുത്തനെ കാണിക്കുന്നു. എവനൊക്കെ നാണമുണ്ടാ? അതായത് ബോഡി ബിൽഡിംഗ് എന്നുള്ള കൺസെപ്റ്റ്, നിനക്ക് എവന് മിസ്റ്റർ ഒളിമ്പിയ മത്സരത്തിൽ ആ ട്രോഫി കൊടുക്കും. ആരുടെ ട്രോഫിയാണ് കൊടുക്കുന്നതെന്ന് അറിയാമോ? യൂജിൻ സാൻഡയുടെ ട്രോഫിയാണ് ജയിക്കുന്നവന് കൊടുക്കുന്നത്. അതൊക്കെ എവന് വല്ല അറിയാമോ? ബോഡി ബിൽഡിംഗ് എന്ന് അവന് കേട്ടിട്ട് പോലും ഇല്ല. വ്യക്തിപരമായിട്ട് പറയാം, അതായത് ഇവിടെ ബോഡി ബിൽഡിംഗ് ആയിട്ട് നടക്കുന്ന പല ആളുകൾക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലളിതമായിട്ട് പറയാം, ബോഡി ബിൽഡിങ്ങിൻ്റെ ചരിത്രം അറിയാമോ? ഫാദർ ഓഫ് ബോഡി ബിൽഡർ ആരാണ്? അപ്പോൾ പറഞ്ഞാൽ അർണോൾഡാണ്. അതായത് യുവമാരൊക്കെ വെറുതെ, യുവമാർക്കൊന്നും ഈ ചിന്താശേഷി ഇല്ലല്ലോ. കണ്ണി കാണുന്ന അങ്ങ് ആട്ടുംപറ്റം പോലെ അങ്ങ് ചെയ്യുക, സ്വയം ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുക. ബോഡി ബിൽഡിംഗ് എങ്ങനെ ഉണ്ടായി, അത് ആരുണ്ടാക്കി, അതിൻ്റെ ഏജസ് എന്താണ്, അതിൻ്റെ എത്ര ഏജ് ഉണ്ട്, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിൻ്റെ യവൻ ബോഡി ബിൽഡറായിട്ടിരിക്കുന്ന യൂജിൻ സാൻഡോ കാരണമാണെന്ന് എനിക്കറിയുന്ന ആളാണ്. ആ മനുഷ്യനാണ്, ജർമ്മൻകാരനാണ്, അയാളൊരു ജർമ്മനാണ് യൂജിൻ സാൻഡോ, അയാളാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതാണ് ഈ നന്ദിയില്ലായ്മ എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട, നമ്മളൊരു ഗ്രൂപ്പ് അനിമലാണ്, സംഘജീവിയാണ്. ഒരാൾ ചെയ്തതിന് നന്ദി കാണിക്കുക എന്നുള്ളത് ഗോത്രത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. നന്ദി, അതായത് ഇപ്പോൾ ഗോത്രത്തിൽ എല്ലാവരും ജീവിച്ചപ്പോൾ ഗോത്രത്തിൽ ഒരാൾക്ക് പരിക്ക് പറ്റിയപ്പോൾ അയാളെ പ്രധാനമായിട്ട് ഗോത്രത്തിലുള്ള എല്ലാവരും സഹായിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരാൾ പ്രധാനമായിട്ട് ഇയാളെ കെയർ ചെയ്ത്. അപ്പോൾ അയാൾക്ക് ഓർമ്മയുണ്ട്, നമ്മൾ സംഘജീവിയാണ്, സംഘത്തിൽ നന്ദി എന്നുള്ളത് ആവശ്യമുണ്ട് സംഘജീവിയിൽ. അപ്പോൾ അയാൾ ഗോത്രത്തിലുള്ള ഒരാൾക്ക് പരിക്ക് പറ്റിയപ്പോൾ ഗോത്രത്തിലുള്ള ബാക്കിയുള്ളവരും അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ ഇയാളെ കൂടുതൽ കെയർ ചെയ്ത്. അപ്പോൾ ഇയാളുടെ മനസ്സിൽ നന്ദിയുണ്ട്, ഓക്കെ എല്ലാവരും എന്നെ സഹായിച്ചു, പക്ഷേ ഗോത്രത്തിലുള്ള ഇന്ന മെമ്പറാണ് എന്നെ കൂടുതൽ സഹായിച്ചത്. നാളെ ഒരിക്കലും ആ സഹായിച്ചവർ പരിക്ക് പറ്റുമ്പോൾ ഈ ഗോത്രത്തിലുള്ള അവിടെയാണ് എമ്പതി വർക്കാവുന്നത്. ഗോത്രബോധത്തിൽ നിന്ന് എമ്പതി വർക്കാവും. അയ്യോ അയാൾക്ക് പരിക്ക് പറ്റി, ഞാൻ പണ്ട് ഇതുപോലെ കിടന്നപ്പോൾ, അപ്പോഴാണ് മെമ്മറി വരുന്നത്, ഞാൻ പണ്ട് ഇതുപോലെ കിടന്നപ്പോൾ അയാളാണ് എന്നെ സഹായിച്ചത്, അപ്പോൾ അയാൾക്കും ഞാൻ അത് ചെയ്യണം. സഹകരണ ബോധം, സംഘജീവിയിലുള്ള സഹകരണ ബോധം, അതാണ് നന്ദി. അപ്പോൾ ഈ നന്ദി ഇല്ലാത്തവനെയൊക്കെ ഗോത്രത്തിന് ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഗോത്രത്തിന് പുറത്താക്കപ്പെടുന്നവൻ പിന്നെ ജീവിക്കോ മരിക്കോ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നന്ദി, അതായത് ബോഡി ബിൽഡിംഗ് അല്ല, ഏത് കാര്യത്തിലായാലും നമ്മുടെ ജീവിതത്തിൽ അയാൾ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ അയാളോട് നന്ദി കാണിക്കണം. അത് നല്ല പെരുമാറ്റം, നല്ല സ്വഭാവമുള്ളവനെ നന്ദി കാണിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവന്മാരൊന്നും നന്ദി കാണിക്കത്തില്ല. ഗോത്രത്തിൽ നന്ദി കാണിക്കാത്തവൻ്റെ അത് ഗോത്ര കാലഘട്ടത്തിൽ, ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ കണ്ടില്ലോ, ഫാദർ ഓഫ് ബോഡി ബിൽഡിംഗ് ലെജൻഡിനെയാണ് അവ അപമാനിച്ചിരിക്കുന്നത്. അത് യൂജിൻ സാൻഡയുടെ തുടക്കത്തിലുള്ള ബോഡി, അയാൾ ആ ഫീൽഡിലോട്ട് വരുന്ന സമയത്തുള്ള ബോഡിയാണ്. അവസാന സമയത്തുള്ള യൂജിൻ സാൻഡ, അതായത് യൂജിൻ സാൻഡയുടെ ഏറ്റവും മോശം പതിപ്പിനെയാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. അതായത് അയാൾ തുടക്കത്തിൽ വന്ന സമയത്ത് ഒരു നിൽക്കുന്ന ഇതൊന്നും അല്ല യഥാർത്ഥ ബോഡി, ഇതിനേക്കാളും കിടിലൻ ബോഡിയാണ്. അയാൾ പീക്ക് നിൽക്കുന്ന യൂജിൻ സാൻഡയുടെ പ്രൈമിലെ ബോഡി കാണിക്കണം. ഏറ്റവും മോശം ബോഡി എടുത്തിട്ടാണ് അദ്ദേഹത്തെ പുച്ഛിക്കുന്നത്. നന്ദിയില്ല യവനൊക്കെ. യവൻ ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞ് തൊലിക്കുന്ന പോലും ഈ മനുഷ്യൻ കാരണമാണെന്നുള്ള ബോധം പോലും ഇല്ല. ഇയാള് 58-ാമത്തെ വയസ്സിൽ പടം പിടിച്ചാണ്, മൂക്കി പഞ്ഞു വെച്ചാണ്. 58-ാമത്തെ വയസ്സിൽ യൂജിൻ സാൻഡ മൂക്കി പഞ്ഞു വെച്ചു. യൂജിൻ സാൻഡ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് അറിയാമോ? 1800-കളുടെ മധ്യത്തിലെ അവസാനത്തിലുമാണ് യൂജിൻ സാൻഡ ജീവിച്ചത്. 1800-കൾ
പോട്ട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലുള്ള ശരാശരി ആളുകളുടെ ആയുർദൈർഘ്യത്തെക്കുറിച്ച് ഈ മണ്ടൻ അറിയാമോ? ഈ മണ്ടൻ്റെ വിചാരം ഇന്ന് ജീവിക്കും പോലെ ഇന്ന് കേരളത്തിലുള്ള ആയുർദൈർഘ്യം 73 വയസ്സാണ്. ഇന്ന് യൂറോപ്യൻ മെഡിക്കൽ സയൻസ്, യൂറോപ്യൻ ഫാക്ടറി, അതിന് ഫുഡ് കിട്ടിയുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം 1947 സമയം ഗാന്ധിജി ആ സ്വാതന്ത്ര്യ സമരമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഗാന്ധിജി 78 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ശരാശരി ഇന്ത്യക്കാരൻ ശരാശരി ആയുസ് 40 വയസ്സാണ്. 40 വയസ്സിൽ ആളുകൾ മരിച്ചു പോകുമെന്ന് പറയുന്ന സാധാരണമായിട്ട് കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം. യൂജിൻ സാൻഡോ 58 വയസ്സ് വരെ ജീവിച്ച് ആ സമയത്ത്. രണ്ടാമത്തെ കാര്യം, യൂജിൻ സാൻഡോക്ക് എന്തോ പറ്റുന്നത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു കാറ് ഇങ്ങനെ പൊക്കാൻ ശ്രമിച്ചപ്പോൾ എന്തോ പ്രശ്നം പറ്റി. അത് പല ഇതിൽ പറയുന്നുണ്ട്, പല രീതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു കൺഫേം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നില്ല. 58 വയസ്സ് വരെ അയാൾ ജീവിച്ച്. അത് 1800കളുടെ കാലഘട്ടം. ആലോചിക്കണം, 1800കളുടെ അവസാനം അയാൾ ജീവിച്ചത്. ഇവിടെ ഈ 2023 ഇപ്പോൾ ഈ 2026 പോലെ 76 വയസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഇത്രയും മോഡേൺ മെഡിക്കൽ സയൻസ് ഇല്ല, ഇത്രയും മറ്റേ ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല. ആ സമയത്ത് തന്നെ 58 വയസ്സ് വരെ ജീവിക്കുക എന്ന് പറയുന്ന അത്ര വലിയ ചെറിയ കാര്യമൊന്നുമല്ല. യൂജിൻ സാൻഡോ 58 വയസ്സിൽ ജീവിച്ച്. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ വയസ്സ് 40 അത് നിനക്കറിയാമോ? പിന്നെ ഗാന്ധിജിയെ പോലുള്ള ആളുകൾ ജീവിച്ച്, അത് കൊള്ളാവുന്ന, മനസ്സിലായല്ലോ എന്താണ് അയാൾക്കുള്ളതെന്ന് അറിയാമല്ലോ. ഗാന്ധിജിക്ക് കൊള്ളാവുന്ന മനസ്സിലായല്ലോ. 78 വയസ്സിൽ എന്തുകൊണ്ട് ജീവിക്കാൻ പറ്റി ഞാൻ പറയുന്നില്ല, പറയാൻ പോലും പേടിയാണ്. ഇവനിപ്പോൾ കളിയാക്കുന്നത് അർണോൾഡിനെ, റോണി കോൾമാനുമാണ്. ഈ അർണോൾഡിന് 78 വയസ്സായി, റോണി കോൾമാന് 62 വയസ്സായി. ഭയങ്കര ബുദ്ധി തന്നെയാണ്. 1800കളിൽ ജീവിച്ചിരുന്ന യൂജിൻ സാൻഡോ 58 വയസ്സ് വരെ ആയപ്പോൾ മരിച്ചുപോയെന്ന്. അന്ന് ഒരു ട്രീറ്റ്മെൻറ്റോ മോഡേൺ മെഡിക്കൽ സയൻസ് ഒന്നും ഇത്രയും ഡെവലപ്മെൻ്റ് അല്ല. ഈ 2026 ജീവിക്കുന്ന എന്തായാലും യൂജിൻ സാൻഡോ, മറ്റേ റോണി കോൾമാൻ, അർണോൾഡ് എത്ര സർജറി ചെയ്ത്. അർണോൾഡിന് ഹൃദയവൈകല്യമുണ്ട്. എൻ്റെ ഇന്നലത്തെ റീൽസ് അതായിരുന്നു. അർണോൾഡിന് പാരമ്പര്യമായിട്ടുള്ള ഹൃദയവൈകല്യമുണ്ട്. അർണോൾഡിൻ്റെ അമ്മുമ്മയുടെ വൈകല്യ ജീന് അമ്മയിലോട്ട് കൈമാറി. അതേ ജീൻസ് അർണോൾഡിന് കൈമാറി. അവരിങ്ങനെ പുറത്തൊന്നും പറയില്ല, സീക്രട്ടായിട്ട് പോയി സർജറി ചെയ്യും. അപ്പോൾ അർണോൾഡിന് ഹൃദയവൈകല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വൈകല്യമുള്ള അർണോൾഡ് ഇത്രയും മോഡേൺ മെഡിക്കൽ സയൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് അർണോൾഡിന് എത്രയും പ്രശ്നങ്ങൾ അല്ലാതെ ഉണ്ടായിരുന്നു, അയാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്. റോണി കോൾമാൻ ഇന്ന് വീൽ ചെയറിൽ ജീവിക്കുന്നത്. അയാൾ എന്നേ പണ്ടത്തെ യൂജിൻ സാൻഡോയുടെ കാലഘട്ടമാണെങ്കിൽ ഇവരൊന്നും ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയില്ല, കാരണം ഇത്രയും ഡെവലപ്പ് ആയിട്ടില്ല. അർണോൾഡോ, ഈ റോണി കോൾമാനോ യൂജിൻ സാൻഡോ ജീവിച്ചിരുന്ന കാലഘട്ടത്താണെങ്കിൽ ഇതിനു മുമ്പ് തന്നെ മരണപ്പെട്ടു പോകാൻ. ഇന്ന് മോഡേൺ മെഡിക്കൽ സയൻസ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയത്. അല്ല യൂജിൻ സാൻഡോ മോശമൊന്നുമല്ല. അവൻ്റെ തലയ്ക്കകത്ത് എന്താ അവൻ്റെ ചാണകമാണ്. അവരെന്തെല്ലാം സാമാനം കയറ്റിയെന്ന് പറഞ്ഞാലും അവരിപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. അതിൻ്റെ നാച്ചുറൽ ഭക്ഷണമില്ലേ, പച്ചവെള്ളം വെള്ളം കഴിച്ചിട്ടുണ്ടാക്കിയ ആള് നേരത്തെ പടിയായി. കഷ്ടം തന്നെയാണ്. അതായത് വേറൊരു കാര്യങ്ങൾ പറയും, ഹണ്ടർ ഗ്യാദറായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തില്ലേ, തെറ്റിദ്ധരിക്കരുത്, എല്ലാവരുമല്ല, കോമൺ അല്ല. ഹണ്ടർ ഗ്യാദറായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ ശരാശരി ആയുസ് 30. എല്ലാവരും അല്ലേ, മെജോറിറ്റി 30 ജീവി. ഹൈ ക്വാളിറ്റി ഗോത്രത്തലവനായിട്ട് ജീവിച്ചിരുന്ന് ചെറുപ്പക്കാർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഗോത്രത്തിൽ കാണും. പക്ഷേ മെജോറിറ്റി ഇപ്പോൾ ഗാന്ധിജിയുടെ കാലം പോലെയാണ്. ഇപ്പോൾ ഗാന്ധിജി മാത്രം 78 വയസ്സ് വരെ ജീവിച്ചപ്പോൾ ശരാശരി ഇന്ത്യക്കാരൻ 40 വയസ്സിൽ മരിച്ച്. അതുപോലെയാണ് ഇപ്പോൾ ഇവൻ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതിൽ കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള ബോധമില്ല. യൂജിൻ സാൻഡോ ജീവിച്ചിരുന്ന കാലഘട്ടം വേറെയാണ്. മറ്റേ യൂജിൻ സാൻഡോ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അയാൾ ഇന്ന് കാണും 100 വയസ്സ് വരെ ജീവിക്കും, ഒരു സംശയം വേണ്ട. ഇന്ന് ജീവിച്ച എന്താണ് നാച്ചുറലായിട്ടല്ല, മോഡേൺ മെഡിക്കൽ സയൻസ്, യൂറോപ്യൻ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ഇതുകൊണ്ടാണ്. ഭയങ്കര ബുദ്ധിജീവി പോലെയാണ് പറയുന്നത്, വാർന്ന പട്ടത്തിലാണ് പറയുന്നത്. മണ്ടത്തരം പറഞ്ഞുള്ള കിണി കണ്ടില്ലേ? അപ്പോൾ ഇതിന് മറുപടി കൊടുത്താൽ മതിയായല്ലോ. അയ്യോ നമിച്ച്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇനി നീട്ടിയൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സി യു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.